ഓസ്ട്രേലിയയിൽ നിങ്ങൾ വന്ന് സെറ്റിലാവുന്നതിൻ്റെ പാർട്ടായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുന്ന ഒരു പക്ഷേ ഒരു കാറ് മേടിക്കുന്നതായിരിക്കും. ലോകത്തെ ഏത് രാജ്യത്തെയും പോലെ ഇവിടെയും എല്ലാ കാറുകളും ഉണ്ട്. ടൊയോട്ട, ഫോക്സ്വാഗൻ, ഓഡി, മെഴ്സിഡസ് ബെൻസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. പലതിൻ്റെയും പിറകെ ഇങ്ങനെ ഒരു ലോഡിങ് സാധനം ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ തന്നെ ഒരു കമ്പനിയാണ് ഹോൾഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അവരിപ്പോൾ നിർത്തിയിട്ട് പോയി. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കാറും ഉണ്ടാക്കുന്നില്ല, എല്ലാം വരവാണ്. സുസുക്കി ഉണ്ട്, ജാപ്പനീസ് കാറുകളാണ് കൂടുതലും. ഫോർഡുണ്ട്, കൊറിയൻ കാറുകളുണ്ട്. എന്നിരിക്കലും ഇവരുടെയൊക്കെ പ്രൈസിങ് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. പൊതുവേ കാറുകൾക്ക് വില കുറവാണ് ഓസ്ട്രേലിയയിൽ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇവിടെ വില കുറവാണ്. ടൊയോട്ടയുടെ ചില സ്പെഷ്യൽ വേരിയൻസ് ഇവിടെയുണ്ട്. ക്ലൂഗർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. ക്ലൂഗർ എന്ന് പറഞ്ഞാൽ 4 വീൽ ടൈപ്പ്. പിന്നെ എല്ലാ കമ്പനികൾക്കും യൂട്ടിലിറ്റി വെഹിക്കിളുണ്ട്. യൂട്ടെ എന്ന് പറയും, UTE. അതാണ് ഇവിടുത്തെ മിക്കവാറും എല്ലാവരും ഈ സ്വന്തം ബിസിനസ്, അതായത് ചെറിയ ചെറിയ ട്രേഡ് ബിസിനസ്സുകൾ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെയുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ചെറിയ ചെറിയ ബിസിനസ്സുകൾ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് പച്ച പിടിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം മേടിക്കേണ്ട കാറ് ഒരു ജാപ്പനീസ് കാറായിരിക്കണം. കാരണം അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, റിലയബിലിറ്റി ഹൈ ആണ്. ജാപ്പനീസ് കാറുകളിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ്കോഴ്സ് ടൊയോട്ട തന്നെയാണ്. ദെൻ നിസാനുണ്ട്, മിറ്റ്സുബിഷി ഉണ്ട്. അപ്പോൾ ഒരു ടൊയോട്ട കൊറോളയാണ് ഏറ്റവും റിലയബിൾ കാർ എന്ന് തോന്നുന്നു. ഒരു ടൊയോട്ട കൊറോള, ഒരു 10 കൊല്ലം പഴക്കമുള്ള ഒരു ടൊയോട്ട കൊറോളയ്ക്ക് ഒരുപക്ഷെ ഒരു $10,000 കിട്ടും. $10,000 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 5-6 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ 5-6 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് നല്ലൊരു കാർ എടുക്കാം. ഇപ്പോൾ ഹുണ്ടായി ഉണ്ട്, ഈ പോകുന്ന ഹുണ്ടായി ആണ്. ടൊയോട്ട ക്യാമറി പോകുന്നു. ടൊയോട്ട ക്യാമറി ഇവിടുത്തെ ആസ് യൂഷ്വൽ ലോകം മൊത്തമുള്ള ഊബർ ഓടുന്നതെല്ലാം മിക്കവാറും ടൊയോട്ട ക്യാമറി. കാരണം അതിനേക്കാൾ റിലയബിൾ ഒരു കാർ വേറെ ഇല്ല. പോയതാണ് ടൊയോട്ട ക്ലൂഗർ, ഫോക്സ്വാഗൻ, ഹോൾഡൻ എന്നൊക്കെ പറയുന്നത് എടുത്ത് തലയിൽ വെച്ചാൽ പെട്ടതുപോലെയാണ്. ഫോക്സ്വാഗനും അത് തന്നെയാണ്. കാരണം അത് വളരെ ചീപ്പിന് നമുക്ക് $3,000 $5,000 ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര കാറ്, അല്ലെങ്കിൽ ഓഡി അങ്ങനെയുള്ള കാറുകളൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുമെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ബയറാണെങ്കിൽ ഒരു കാരണവശാലും ജർമ്മൻ, അമേരിക്കൻ കാറുകൾ എടുക്കരുത്, ജാപ്പനീസ് കാറുകൾ. അതിലേറ്റവും ബെസ്റ്റ് ടൊയോട്ടയുടെ ഏറ്റവും ബെസ്റ്റ് സാധനം അഫ്കോഴ്സ് യാറിസ്, കൊറോള. ഇതിപ്പോൾ ലാൻഡ് ക്രൂയിസറാണ് പോകുന്നത്. ലാൻഡ് ക്രൂയിസറിൻ്റെ പുറക്കെ കാരവാൻ ഫിറ്റ് ചെയ്ത് പോവുകയാണ്. ലാൻഡ് ക്രൂയിസറിന് ഏത് സാധനവും എടുക്കും. അപ്പം അത് ക്ലൂഗർ എന്ന് പറയും. ക്ലൂഗർ അതിവിടെ വളരെ പോപ്പുലറാണ്. ക്ലൂഗർ പുതിയതിന് ഏതാണ്ട് ഒരു $50,000 to $60,000 കിട്ടും. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഭയങ്കര ചീപ്പിന് കിട്ടും. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ, നല്ല വണ്ടി നോക്കിയെടുക്കാൻ അറിയാമെങ്കിൽ വളരെ ചീപ്പിന് കിട്ടും. പിന്നെ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ വളരെ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി എടുക്കുമ്പോൾ അതിന് റോഡ് വർത്തി സർട്ടിഫിക്കറ്റ് RWC ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും വണ്ടി എടുക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വണ്ടിക്ക് RWC ഉണ്ടോ. RWC ഉണ്ടെങ്കിൽ റോഡ് വർത്തി സർട്ടിഫിക്കറ്റ്, അത് ഈ വർക്ക്ഷോപ്പുകാർ ചെക്ക് ചെയ്തിട്ട് തരുന്നതാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാം. പഴയ വണ്ടികളൊക്കെ ഉണ്ട്. $1,000 മുതൽ വണ്ടിക്ക് കിട്ടും. $1,000 എന്ന് പറഞ്ഞാൽ $55,000 മുതൽ വണ്ടി എടുക്കാൻ പറ്റും. പക്ഷേ അതിനൊന്നും RWC റോഡ് വർത്തി സർട്ടിഫിക്കറ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ്
കാർ ബയറാണോ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ടൊയോട്ട, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിസാൻ. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ജാപ്പനീസ് വണ്ടികൾ, സുസുക്കി. ജർമ്മൻ വണ്ടികളോ അമേരിക്കൻ വണ്ടികളോ മറ്റ് വണ്ടികളോ എടുക്കരുത്. അത് ജാപ്പനീസ് വണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ കൊറിയൻ വണ്ടികളുണ്ട്. മസ്ഡ ജാപ്പനീസ് വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വഴിനോട്ട കാഴ്ചകളിൽ. ഇന്ന് ഞാൻ ബാലവേണു മെൽബണിൽ നിന്നും. ഇതൊരു ടൊയോട്ട കൊറോളയാണ് പോകുന്നത്. ടൊയോട്ട കൊറോള ലോകത്തെവിടെയാണെങ്കിലും ഏറ്റവും റിലയബിൾ കാർ. താങ്ക് യു സോ മച്ച്. ഞാൻ ബാല.